ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് യൂട്യൂബ് ഗുരൂസ് നമ്മളോട് പറയുന്ന ചില നുണകളാണ് എക്സ്പോസ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ കണ്ടന്റ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള താല്പര്യമുള്ള ആളുകൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡയറക്റ്റ് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. നമ്മൾ പലപ്പോഴും എങ്ങനെയാണ് വീഡിയോ എടുക്കേണ്ടത്, ഏത് തരത്തിലുള്ള മൈക്കാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയുള്ള എഡിറ്റിംഗ് സോഫ്റ്റ്വെയറാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് കൊണ്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ സോ കോൾഡ് യൂട്യൂബ് ഗുരുക്കന്മാരുടെ അടുത്ത് നിന്ന് നമ്മളിങ്ങനെ പഠിക്കുന്നുണ്ടായി, പലതും കേൾക്കുന്നുണ്ടായിരിക്കും. ഇഷ്ടംപോലെ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പഠിക്കുക, അതേപോലെ അപ്ലൈ ചെയ്യാനൊക്കെ. പക്ഷെ പലപ്പോഴും ഇങ്ങനെയുള്ള യൂട്യൂബ് ഗുരുക്കന്മാർ കുറേ നുണകളാണ് നമ്മളടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് അവർക്ക് കുറേ വ്യൂവേഴ്സിന് കിട്ടാൻ വേണ്ടിയിട്ടും ആളുകളത് ഫുള്ള് കണ്ടിട്ട് വാച്ച് അവർ കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് പലതും ചെയ്യുന്ന പരിപാടികളായിരിക്കും. ഞാനും പലപ്പോഴും ഇങ്ങനെ വീഡിയോസ് കിട്ടലുണ്ട്, അതായത് ഇങ്ങനെ അങ്ങനെ ചെയ്യും മറ്റേന്നൊക്കെ. പക്ഷേ അതെന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ആളുകളും യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നത് അവർക്ക് വാച്ച് അവർ കൂട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ അവർ പറയുന്ന പല ഐഡിയകളും ഔട്ട്ഡേറ്റഡ് ആയിരിക്കും. ജാമ്പവാൻ്റെ കാലത്തുള്ള കുറേ ഐഡിയകളായിരിക്കും, അത് എല്ലാവർക്കും വർക്ക് ആവണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ പറയുന്ന കുറേ നുണകളാണ് നോക്കുന്നത്. ഇതിൽ ഓരോന്ന് സംഭവം നോക്കുക. ചിലത് നുണകളാവണമെന്നില്ല, അത് കുറച്ച് പഴയ ഐഡിയകളായിരിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ അത് വർക്കിംഗ് ആവണമെന്നില്ല. പിന്നെ അവർ പറയുന്ന ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെയാവും എന്നൊക്കെ പറഞ്ഞ് ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ അത് എല്ലാവർക്കും അപ്ലിക്കബിൾ ആവണമെന്നില്ല. ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ വഴി പറയും. അപ്പോൾ നോക്കാം. എക്സ്പേർട്ട് അഡ്വൈസ്, ഈ പറഞ്ഞ സോക്കോൾഡ് ഗുരുക്കന്മാരുടെ അല്ലേ, ഇപ്പോൾ ഇങ്ങനെയുള്ള ഗുരുക്കന്മാരുടെ യൂട്യൂബ് ഗുരുക്കന്മാരുടെ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളും സത്യാവസ്ഥ എന്താണ് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നോക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ്, റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇവർ പറയുന്നത് റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യുക എന്ന് വെച്ചാൽ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഈ ഒരു കാര്യം ആയിക്കട്ടെ, നമ്മളിപ്പോൾ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ സത്യത്തിൽ നമുക്കിതിന് ഒരുപാട് സമയം വേണം. നമ്മൾ ക്ഷീണിക്കും, ബേൺ ഔട്ട് സംഭവിക്കും, നമുക്ക് ഭയങ്കരമായിട്ട് ക്ഷീണിക്കും. അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ആഴ്ചയിൽ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന അത് ക്വാളിറ്റി ഉള്ള വീഡിയോ ആണെങ്കിൽ ആളുകൾ കണ്ടിരിക്കും. റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്തിട്ട് അത് വേണ്ടത്ര വാച്ച് ടൈമൊന്നും നമുക്ക് കിട്ടുന്നില്ല വിചാരിക്കാം. അങ്ങനെ ബാഡ് ക്വാളിറ്റിയുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യണേക്കാൾ നല്ലതല്ലേ ആഴ്ചയിൽ ഒറ്റ വീഡിയോ, അത് നല്ല ക്വാളിറ്റിയുള്ള നല്ല കണ്ടൻറ്റുള്ള ആളുകൾ അത് ക്ലിക്ക് ചെയ്യുക, ആളുകൾ അത് കുറേ നേരം കാണുക, അങ്ങനെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ റെഗുലറായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്ന് പറയുന്നതിൽ വലിയ കഴമ്പുണ്ട് എനിക്ക് തോന്നുന്നില്ല. ഇതിലെ പലതും എൻ്റെ പേഴ്സണലായ അഭിപ്രായങ്ങളാണ്, നിങ്ങൾക്കത് യോജിക്കാൻ പറ്റണമെന്നില്ല. എന്തായാലും യോജിക്കാൻ പറ്റുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ അത് എനിക്കും അതൊന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. അപ്പോൾ അത് പലതും എൻ്റെ പേഴ്സണൽ അഭിപ്രായങ്ങളാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ്, അൽഗരിതം. യൂട്യൂബിൻ്റെ അൽഗരിതം എന്ന് പറയുന്നത് ചെറിയ ചാനലുകൾക്ക് എതിരാണ്. എന്ന് വെച്ചാൽ യൂട്യൂബിൻ്റെ അൽഗരിതം വെച്ചിട്ട് വലിയ യൂട്യൂബ് ചാനലുകൾക്കാണ് പെട്ടെന്ന് അവരുടെ വീഡിയോസ് പുഷ് ചെയ്യുള്ളൂ. അങ്ങനെയൊക്കെ കുറേ സാധനം, അതായത് സ്ഥിരമായിട്ട് കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ആളുകൾക്കാണ് യൂട്യൂബ് അൽഗരിതം ഫേവർ ചെയ്യുള്ളൂ എന്നൊക്കെ സാധനം. എനിക്കിത് ശരിയാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നുള്ളതല്ല ഇവിടുത്തെ കാര്യം. നമ്മുടെ വീഡിയോൻ്റെ കണ്ടൻറ്റ്, വീഡിയോൻ്റെ ക്വാളിറ്റി, ക്ലിക്ക് ത്രൂ റേറ്റ്, ഇതൊക്കെ വെച്ചിട്ടാണ് യൂട്യൂബ് അൽഗരിതം നമ്മുടെ വീഡിയോനെ പുഷ് ചെയ്യണത്, ആളുകളിലേക്ക് എത്തിക്കുന്നത്, അത് വൈറലാവുക, ട്രെൻഡിങ് ആവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ യൂട്യൂബ് ചാനലുകൾക്ക് വളർന്നു വരാൻ കുറേ സമയമാണ്. അവർ വലിയ യൂട്യൂബ് ചാനൽ കുറേ കാലത്തിന് ശേഷം ആയാലാണ് യൂട്യൂബ് അൽഗരിതം ഫേവറബിൾ ആവുക, എന്നാലും ഒരുപാട് കാശ് കിട്ടുക എന്നൊക്കെ പറയുന്നതിൽ വലിയ കഴമ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആകെ ഒരു 10 സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബ് ചാനലാണ് വിചാരിക്കുക, നല്ല ക്വാളിറ്റി ഉള്ള ഒരു കണ്ടൻറ്റ് നല്ല ക്ലിയർ ആയിട്ട് അടിപൊളിയായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് യൂട്യൂബ് അൽഗരിതം ഫേവർ ചെയ്തിട്ട് വേണ്ട രീതിയിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ ടാഗ്, തമ്പനെയിൽ, അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ടല്ലോ, ഈ സാധനങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് നമ്മൾ ക്രോമിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോയുടെ ഇതില്ലേ studio.youtube.com, അതിൽ എല്ലാ സാധനങ്ങളും കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അത് യൂട്യൂബ് അൽഗരിതത്തിൻ്റെ ഒരു നെറ്റ്വർക്കിൽ പെട്ടിട്ട് ആ വീഡിയോ ഭയങ്കരമായിട്ട് ആളുകൾ കാണാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ സംഭവിക്കും. ചിലവരെ കണ്ടില്ലേ, പേര് ഞാൻ പറഞ്ഞു, യൂട്യൂബിൽ ഫസ്റ്റ് വീഡിയോ തന്നെ വൈറലാണ്. ഒരു ആകെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു 10-12 സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ, അവരുടെ ഫ്രണ്ട്സ് മാത്രമേ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഫസ്റ്റ് വീഡിയോ ക്ലിക്കായി. അപ്പം അങ്ങനെയൊക്കെ ഒരു അവസ്ഥയൊക്കെ സംഭവിക്കാം. അപ്പോൾ കുറേ കാലമൊന്നും വേണ്ട നമ്മുടെ ഒരു വീഡിയോ വൈറലാവാൻ യൂട്യൂബ് അൽഗരിതം ഫേവർ ചെയ്യാൻ, അങ്ങനെയൊന്നുമില്ല. പിന്നെ വളരെ എക്സ്പെൻസീവ് ഗിയർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുപാട് വില കൊടുത്ത് കാശ് കൊടുത്തിട്ട് നമ്മൾ മൈക്ക്, ട്രൈപോഡ്, അതേപോലെ തന്നെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഉപയോഗിച്ചാലാണ് നല്ല അടിപൊളി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള വീഡിയോസാണ് വൈറലാവുക, ട്രെൻഡിങ് ആവുക, ഒരുപാട് പേര് കാണുക, ക്ലിക്ക് ത്രൂ റേറ്റ് കൂടുക എന്നൊക്കെ പലരും പറയുന്നുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇത് പറയുമ്പോഴാണ് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഇതിൽ പറയാം കേട്ടോ. അതായത്
തീരെ ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ പലപ്പോഴും വീഡിയോസ് ചെയ്തിരുന്നത്. എന്താ കാര്യം എന്ന് വെച്ചാൽ നമുക്കിതിനെക്കുറിച്ച് ഒന്നും അറിയാണ്ടിരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ഞാനൊക്കെ പലപ്പോഴും എന്താ വെച്ചാൽ ഞാനായിട്ട് നിന്നുകൊണ്ട് തന്നെ എൻ്റെ ഈ ഇങ്ങനെയുള്ള ഒരവസ്ഥയിലാണെന്ന് പറഞ്ഞിട്ട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മൈക്കോ ഇതൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് എന്താണ് പറയാനുള്ളത് അത് പറയുക എന്നുള്ളൊരു സാധനം. അപ്പോൾ നമ്മുടെ വീഡിയോ ആളുകൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ അൽഗോരിതമൊക്കെ ഫേവറബിൾ ആയിട്ട് ആ രീതിയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ യൂട്യൂബ് അൽഗോരിതം ഈ സാധനത്തിനെ ഒക്കെ വെച്ചിട്ട് നമ്മുടെ ഇതിന് പുഷ് ചെയ്യും. ഓക്കെ, അപ്പോൾ വീഡിയോ അടിപൊളിയായിട്ട് ക്ലിക്ക് ചെയ്യും ആളുകൾ, അങ്ങനെ ഇങ്ങനെ പോകും, നല്ല നല്ല റീച്ചാകും. അപ്പോൾ ഈ പറഞ്ഞ മാതിരി നല്ല മൈക്ക് വേണമെന്നില്ല. അപ്പോൾ ഒരു 5000-10,000 കൊടുത്തിട്ട് വേണം, മൈക്കിൻ്റെ ആവശ്യമില്ല. വേണമെങ്കിൽ മൈക്ക് വാങ്ങുകയാണെങ്കിൽ വളരെ ചീപ്പായിട്ടുള്ള മൈക്ക് ഉപയോഗിച്ചാൽ മതി. 600-700 രൂപയ്ക്കൊക്കെ കിട്ടും. മാത്രമല്ല ഫോണിൻ്റെ മൈക്ക് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ക്വയറ്റായിട്ടുള്ള അത്ര ശബ്ദമൊന്നും ഇല്ലാത്ത ഒരു റൂമിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ തന്നെ നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് ഓഡിയോ ഒക്കെ കിട്ടും. അപ്പം ഞാൻ ചെയ്യുന്ന പല വീഡിയോസിനും അത്ര ക്ലാരിറ്റി ഒന്നും സാധനങ്ങളൊന്നും ഇല്ല. എന്നിട്ടും പലതും 1000, 2500, 3000, 10,000 ഒക്കെ വെച്ചിട്ട് ചില വീഡിയോസ് കയറിയിട്ട് എല്ലാ വീഡിയോൻ്റെ കാര്യമില്ല പറയുന്നത്. പക്ഷെ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് പല കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് സംഭവിക്കുന്ന കുറേ അബദ്ധങ്ങൾ കൊണ്ടാണ് മോണിറ്റൈസ്ഡ് ആവാൻ കുറച്ച് സമയം പിടിച്ച്, അല്ലെങ്കിൽ വാച്ച് അവർ ക്ലിക്ക് ത്രൂ റേറ്റ് ഒന്നും അത്ര ആവാണ്ടിരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴാണ് ഇതിൻ്റെ ഈ സാധനങ്ങൾ മനസ്സിലാവുന്നത്. അത് ഇങ്ങോട്ട് ഷെയർ ചെയ്യണമെന്ന് മാത്രം. അതായത് ഒരുപാട് കാശ് ചിലവാക്കി വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല, വീഡിയോ എഡിറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്നൊക്കെ അർത്ഥം. പിന്നെ വീഡിയോ വൈറലായിട്ടുണ്ടെങ്കിലാണ് നമുക്ക് യൂട്യൂബിൽ സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ എന്നുള്ളൊരു മിത്ത് പൊതുവേ ഉണ്ട്. ഇതും എനിക്ക് ശരിയാണെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ പലപ്പോഴും വൈറലായിട്ടുള്ള വീഡിയോസുള്ള ചാനലുകൾ പലപ്പോഴും അത് ചത്തുപോകലുണ്ട്. അതെന്താ വെച്ചാൽ ക്വാളിറ്റി കണ്ടൻറ്റ് അത് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ സാധനം നിലനിൽക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ വൈറലായതുകൊണ്ട് മാത്രം കാര്യമില്ല. പിന്നെ ഒരു ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്ത് പിന്നെ ഒരു 4 മാസത്തേക്ക് തിരിഞ്ഞു നോക്കണില്ല, അങ്ങനെ ചെയ്തിട്ട് കാര്യം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ വൈറലായാലേ നമുക്ക് യൂട്യൂബിൽ സക്സസ്ഫുൾ ആവുള്ളൂന്നൊന്നുമില്ല. നമുക്കിപ്പം ഒരു 1500 സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് വിചാരിക്കുക. നമുക്ക് ആകെയുള്ള 1500 സബ്സ്ക്രൈബേഴ്സാണ്. നമുക്ക് ഓരോ വീഡിയോനും ഒരു 5000-10,000 വെച്ചിട്ട് വ്യൂസൊക്കെ ഉണ്ടെങ്കിൽ, അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാനുള്ളൊരു പൈസ കിട്ടും. അത് മാത്രമല്ല വൈറലാവണമെന്നൊന്നുമില്ല. നമ്മളൊരു ഓൺലൈൻ കോഴ്സ് സെല് ചെയ്യുന്നുണ്ട് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് സെല് ചെയ്യുന്നുണ്ട് വിചാരിക്കുക. യൂട്യൂബിൽ നമുക്ക് വ്യൂസ് കുറവാണെങ്കിലും ഉള്ള വ്യൂവേഴ്സ് നല്ല അടിപൊളി നമ്മളെ സപ്പോർട്ടീവ് ആയിട്ടുള്ള വളരെ നമ്മൾ ചെയ്യുന്ന വീഡിയോസിന് ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ നമുക്ക് യൂട്യൂബിൽ സക്സസ്ഫുൾ ആവാൻ സാധിക്കും. ഇപ്പോൾ എൻ്റെ തന്നെ പറയാം, എൻ്റെ വള്ളുവനാട്ടിൽ കാളവേലയുമായി ബന്ധപ്പെട്ട യൂട്യൂബ് ചാനലായിരുന്നു. കൂടുതൽ ഞാൻ കാളവേല, അതൊരു വടംവലിയുടെ സാധനം, ഇങ്ങനെ വടംവലിയുടെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. വ്യൂസൊക്കെ കുറവായിരുന്നു. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മോണിറ്റൈസ്ഡ് ആയി. അപ്പോൾ ഞാനത് വേണ്ട രീതിയിൽ അതിലൊരു പ്രൊഡക്റ്റും കൂടി ഞാൻ സെല്ല് ചെയ്യുകയാണെങ്കിൽ അതിന്ന് എനിക്കൊരു സ്ഥിര വരുമാനം ആ രീതിയിലൊക്കെ മാറ്റിയെടുക്കാനൊക്കെ സാധിക്കും. അതിപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ കുക്കിംഗ് വീഡിയോസൊക്കെ ഓരോന്നും 10,000, 1,00,000, 1 മില്യൺ അടിക്കണം എന്നൊന്നുമില്ല. അതേപോലെ പലരും ഓൺലൈൻ ആയിട്ടുള്ള അവർ ബിസിനസ് യൂട്യൂബിലൂടെ ചെയ്യുന്നുണ്ട്. അതായത് യൂട്യൂബ് വീഡിയോസൊക്കെ അവർ ചെയ്യുന്നതൊക്കെ വളരെ കുറവാണ്. അവർക്ക് അങ്ങനെ വൈറൽ വീഡിയോസൊന്നും ഉണ്ടാവില്ല, ഒരുപാട് ഇതൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും അവരൊരു കോഴ്സ് സെല്ല് ചെയ്യാൻ അതിലൂടെ സാധിക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു 100 പേരാണ് നമ്മുടെ ഒരു വീഡിയോ കാണുന്നത് വിചാരിക്കുക. അതിലൊരു 10 പേര് നമ്മളൊരു ഓൺലൈൻ കോഴ്സിലേക്ക് വരികയാണെങ്കിൽ ഈ യൂട്യൂബിനെ നമുക്ക് എന്താക്കാം, നമ്മുടെ ഓൺലൈൻ കോഴ്സിലേക്കുള്ള ഒരു വഴിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ യൂട്യൂബിൽ വൈറൽ വീഡിയോ ഇല്ലെങ്കിൽ നമുക്ക് സക്സസ്ഫുൾ ആവാൻ സാധിക്കും. പിന്നെ പെട്ടെന്ന് കാശുണ്ടാക്കാൻ പറ്റും, റിച്ചാവാൻ പറ്റും യൂട്യൂബിൽ ഇങ്ങനെ ചെയ്താന്നൊക്കെ പലരും പറയുന്നുണ്ട്. അതും അങ്ങനെ നടക്കണമെന്നില്ല. പെട്ടെന്ന് കാശുണ്ടാക്കാൻ പറ്റുന്നുണ്ടായിരിക്കും, പക്ഷേ അത് പെട്ടെന്ന് ആവണം എന്നൊന്നുമില്ല. നമുക്ക് കുറച്ച് ടൈം എടുത്തിട്ട് ആയിരിക്കും പൊതുവേ ആളുകളുടെ ഇതൊക്കെ ആവുന്നുണ്ടായിരിക്കും. റെയർ കേസുകളൊക്കെ ഉണ്ടായിരിക്കും, പെട്ടെന്ന് മോണിറ്റൈസ്ഡ് ആയി, പെട്ടെന്ന് കാശ് കിട്ടി തുടങ്ങി, ഒരുപാട് റിച്ചായി എന്നൊക്കെ. അങ്ങനെ റിച്ചാവുന്ന ആളുകൾ ചിലപ്പോൾ കുറേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആ ചാനൽ തന്നെ ഇല്ലാണ്ടായി പോകുന്ന ഒരു അവസ്ഥയിലേക്ക്, വ്യൂസ് കുറയുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ വരാം. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ പെട്ടെന്ന് കാശുണ്ടാക്കാൻ പറ്റുമെന്ന് ഉറപ്പിക്കൊന്നും വേണ്ട. നമ്മൾ കുറച്ച് പണിയെടുത്തിട്ടുണ്ടെങ്കിലാണ് ഇതിൽ നടക്കുന്നുണ്ടായിരിക്കുള്ളൂ. ഇപ്പോൾ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ആഴ്ചയിൽ ഒരു വീഡിയോ ഇടുകയാണെങ്കിൽ അടുത്ത ആഴ്ചയിൽ ഒരു വീഡിയോ, പിറ്റത്തെ ആഴ്ചയിൽ ഒരു വീഡിയോ. അതുപോലെ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ ആ സമയത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യാം, ക്വാളിറ്റി ഉള്ള അപ്ലോഡ് ചെയ്യുക. അങ്ങനെ കുറച്ച് പണി നമ്മൾ എടുക്കേണ്ടി വരും. അതെല്ലാ കാര്യവും അങ്ങനെയല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇത് മാത്രമല്ല കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകേണ്ട വിചാരിച്ചിട്ടാണ് ഇങ്ങനെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ ചുരുക്കം ഉള്ള റിസോഴ്സുകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോസ് ചെയ്യണത്. ഞാനും യൂട്യൂബിൽ തുടക്കക്കാരനാണ്. എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആണെന്ന് മാത്രമേ ഉള്ളൂ. 3000 താഴെ മാത്രം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരവസ്ഥയിലാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് ഇവിടെ വരുന്നത്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ ഷെയർ ചെയ്യുന്നത്. കുറേ പോരായ്മകളുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇന്ന് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ട് ഈ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. അപ്പം അടിപൊളിയാവട്ടെ.